നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് മരിച്ചുപോയവരെ പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി നമ്മളൊന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരങ്ങളൊന്ന് യാചനാരൂപത്തിൽ പിടിച്ച് കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മുടെ ഭവനത്തിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ എല്ലാവരും ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഏറ്റവും ആരംഭത്തിൽ മരിച്ചുപോയ എല്ലാവരും നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആരോടെങ്കിലും സങ്കടപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തി, ഒരു വാക്ക്, ഒരു സംസാരം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ദൈവമേ, മരിച്ചുപോയ എൻ്റെ പ്രിയപ്പെട്ടവര്, ഞാനുമായി ബന്ധപ്പെട്ടവര്, അവരോടുള്ള സമീപനത്തില്, പെരുമാറ്റ രീതിയിൽ, സംസാരത്തിൽ അവരെ മുറിപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന ഏതെങ്കിലും സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ദൈവമേ, എന്നോട് ക്ഷമിക്കണം. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് എൻ്റെ വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവരെ വേദനിപ്പിച്ചത്, പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ പ്രായമായ കാരണവന്മാര് വാർദ്ധക്യ സഹജമായ രോഗങ്ങളാലൊക്കെ ക്ലേശിക്കുന്ന സമയങ്ങളിൽ, അവർ ശുശ്രൂഷിക്കുന്ന വേളയിൽ ചിലപ്പോഴെങ്കിലുമൊക്കെ മനസ്സിലൊരു ഭാരം, ഒരു പ്രയാസം, ഒരു അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. അല്ലെങ്കിൽ രോഗിയായിട്ട് വീട്ടിൽ കിടന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ശുശ്രൂഷിക്കുന്ന സമയത്ത് ഞാൻ മടുത്തു, എൻ്റെ ഒരു കാര്യത്തിനും എനിക്കൊരു സ്വാതന്ത്ര്യമില്ല, ഇങ്ങനെയൊക്കെയുള്ള സംസാരങ്ങൾ ഈശോയെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ച് പ്രാർത്ഥിക്കുകയാണ്, ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കുകയാണ്.